പിറന്നാളാന്ന് ഹായ്. അപ്പോൾ രാവിലത്തിനായിട്ട് നമ്മൾ വന്നത് അമ്മ പ്രാർത്ഥനയിലാണ്. അപ്പൂസ് ട്യൂഷനിൽ പോയി. ഒന്ന് ഷിജീൻ്റെ ബർത്ത്ഡേ ആണ്. അതിനൊരു പ്രത്യേക കാരണം കൂടി ഉണ്ട്. അതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ഞങ്ങളിപ്പോൾ കുടുംബക്ഷേത്രത്തിൽ പോയി വന്നു. നമ്മൾ തൊട്ടടുത്തുള്ള നമ്മളെ എന്നും പോണ ദേശത്തെ ക്ഷേത്രത്തേക്ക് പോകാൻ നിൽക്കുകയാണ്. ഷിജെ, ഹാപ്പി ബർത്ത്ഡേ. താങ്ക് യു. അപ്പൊ ഇന്നിന്റെ പിറന്നാളാണ് കേട്ടോ. ഇതുവരെ നമ്മള് വിശേഷം തുടങ്ങിയിട്ട് നമ്മളെ 3 വർഷം ആവാനായി. എന്നിട്ട് ഇതുവരെ നമ്മൾ കഴിച്ചിട്ടില്ല. നമുക്ക് അറിയില്ലെന്ന് സംഭവം. പിന്നൊക്കെ ഞങ്ങൾ ഷിജീൻ്റെ ബർത്ത്ഡേ എന്നാൽ ഞങ്ങൾ എപ്പോഴും ചോദിക്കും. ഞാനും എല്ലാവരും ചോദിക്കും. അപ്പം പറഞ്ഞു ജീവിതത്തിൽ ഇതുവരെ ബർത്ത്ഡേ ആഘോഷിച്ചിട്ടില്ല. നിങ്ങളെ വീട്ടിൽ നിന്നും ഒരു പ്രാവശ്യം കഴിച്ചിട്ടുണ്ടാവില്ല. ഒന്നാം പിറന്നാൾ ഇതേപോലെ ഇവരൊക്കെ വീട് കത്തി. അന്ന് ഷിജി ആ കത്തിൽ നിന്ന് രക്ഷപ്പെട്ടാണ്. പിന്നെ കഴിച്ചിട്ടേ എല്ലാ ദിവസവും ഓർമ്മയില്ല. കാരണം അന്നെല്ലാവരും ഷോക്കായിട്ട്. അപ്പം നമ്മളന്ന് ആദ്യമായിട്ട് നമ്മളൊക്കെ കാര്യത്തൊക്കെ ഡേറ്റൊക്കെ നോക്കി അറിഞ്ഞ് കുറച്ച് ദിവസമായിട്ട് ഒന്ന് പോയിരുന്നു. അപ്പോൾ നോക്കി അറിഞ്ഞപ്പോൾ എന്താണ് ആ ഡേറ്റ്. ഇപ്പം എന്താ സമ്മാനം? നിങ്ങളുടെ സമ്മാനം വേറെ ഒന്നുമില്ല. സമ്മാനം അവള് വേണ്ടെന്ന് പറഞ്ഞാണ്. അപ്പൊ പിന്നെ നമ്മളൊരവസ്ഥ എന്താ പറയാ, നമ്മളെ അവസ്ഥ ഇങ്ങനെയാവുകൊണ്ട് ഞാൻ പറഞ്ഞത് തന്നെയാണ്. സർപ്രൈസ് സമ്മാനം ഒന്നും വേണ്ട. ഇപ്പൊ എന്താ വെച്ചാൽ സത്യം പറഞ്ഞാല് എന്റെ അടുത്ത് മേടിച്ചു കൊടുക്കാനുള്ളൊരു ഇതില്ല. പിന്നെ ഇപ്പൊ ഇത്രയായി പറഞ്ഞാൽ ആരും മിസ്സായിരിക്കൂല. എന്താ ചെയ്യപ്പോഴത്തെ സാഹചര്യം അങ്ങനെയാണ്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ ഇത്രയായി, ഇപ്പൊ എന്ത് സമ്മാനം എന്ത് സർപ്രൈസ് അതൊന്നും നമുക്കാവില്ല. പിന്നെ അമ്മ എന്താന്നല്ല പറഞ്ഞതെന്നറിയോ, എന്താ ഞങ്ങൾക്കൊക്കെ ഓരോ പിറന്നാളും കഴിച്ച് പിന്നെ എന്റേത് മാത്രം ഒന്നും ഇല്ലാതെ ഒന്നും പറ്റൂല, അത് ശരിയല്ല. നമുക്ക് ചെറുത് എന്തെങ്കിലും ഉണ്ടാക്കണം. പിന്നെ സർപ്രൈസ് വേണേ പറഞ്ഞില്ല. ഇപ്പൊ ശരിക്കും എന്നാൽ ഇപ്പൊ ഷിജിന്റെ ഡ്രസ്സൊക്കെ ഞാൻ അമ്മയെ സെലക്ട് ചെയ്യില്ല. ആദ്യം അമ്മയെ സെലക്ട് ചെയ്തത്, പുറത്തേക്കൊന്നും പോവില്ല. ഇന്നിപ്പോ ഇപ്പം ഞാനാണ് സെലക്ട് ചെയ്തത്. അപ്പോൾ അതും കൂടി നമുക്ക് വലിയ താല്പര്യമില്ല. ഞാൻ അവളെ വലുതാക്കി പറയല്ല, എന്നോടൊന്നും താല്പര്യമില്ല. ഇപ്പോൾ ചുരിദാറാണെങ്കിലും മാക്സി ആണെങ്കിലും ഒക്കെ ഞാൻ സെലക്ട് ചെയ്ത് കൊണ്ടു കൊടുക്കലാണ്. പിന്നെ ഒരു വണ്ടി പോകേണ്ട കാര്യം അറിയാലോ. കാറിൽ കയറുന്നത് ഇഷ്ടമല്ല, ബൈക്കിൽ മാത്രമേ പോകുള്ളൂ. ഒക്കെ നമ്മളെ നിർബന്ധത്തിന് ഇങ്ങനെ ചെയ്യണം. അങ്ങനെ വളർന്നു വന്നതാണ്, അതുകൊണ്ടാണ്, അല്ലാന്നല്ല. ഇപ്പം നമ്മൾ രാവിലെ തന്നെ പോരാടില്ല. നമ്മളെ ദേശത്തുള്ള ഗ്രാമദേവതയിലൊന്ന് തൊഴുത് വരാം. പോവാൻ നിൽക്കുക 8 മണി ആകുമ്പോഴേക്കിന് അവിടെ എത്തണം. അപ്പൊ അപ്പൂസോട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അമ്മ പ്രാർത്ഥനയാണ്. അങ്ങനെ ഇപ്പൊ കിട്ടും തോന്നുന്നില്ല. കഴിഞ്ഞൊന്ന് പോയി കേട്ടോ. അമ്മയ്ക്ക് ഈ കണ്ണിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് പതുക്കെ വായിക്കാനൊക്കെ കഴിയുന്നുള്ളു. അപ്പം നമ്മള് പോയി വരട്ടെട്ടോ. ചൂടി അപ്പൊ നമുക്ക് എന്തായാലും ഇപ്പൊ ഈ അമ്മേന്റെ ടെസ്റ്റും കാര്യങ്ങളുണ്ട്. 30-ാം തീയതി പോണം, 7-ാം തീയതി പോണം. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് നമുക്ക്, അല്ലെങ്കിൽ ചെറുത്ത് എന്തെങ്കിലും ചെയ്തിട്ട് നമ്മൾ കാണിച്ചു തരാം അല്ലേ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ വീണ്ടും. അപ്പൊ നമ്മൾ അവിടെ നിന്ന് പോയി വരാട്ടോ. കാരണം എന്നും കാണുന്നതാണ്. ഇനിയിപ്പോ അല്ലേ, നമ്മൾ കുറെ കാണിച്ചാണ് നമ്മളെ അമ്പലം. അപ്പോൾ ഏതായാലും ഞങ്ങളൊന്ന് പോയി വരാം. കുറച്ച് സമയമുണ്ട്. അടച്ചതാ ഒക്കെ നമ്മള് പിന്നെ ഒന്ന് കാണിച്ചെന്നാണ് ഇവിടെയൊക്കെ. ഒന്നും സമയമല്ലാതെ ഒരുപാട് തവണ നമ്മള് കാണിച്ചിട്ടുണ്ട്. 3 പ്രാവശ്യം കാണിച്ചിട്ടില്ല. എപ്പോഴും വരുന്നതല്ലേ. ഇനിയിപ്പോ നമ്മളെ വിശേഷപ്പെട്ട താലപ്പൊലി ആവാനായിട്ടുണ്ട്. അപ്പോൾ ചാത്തങ്കോട്ടുപുറം. അപ്പോൾ പിന്നെ അമ്പലത്തേക്ക് കുറേ ആയി പോയിട്ടാ.
ഒരു മാസമായി. മാസത്തിൽ പോരണ്ട്. കഴിഞ്ഞ മാസം പോയില്ല. മാസം പോണതാണ്. ഇപ്പൊ തെറ്റിപ്പോയി. കഴിഞ്ഞ മാസം പോയില്ല. പോണപ്പോ കഴിഞ്ഞിട്ട് പോണം. അത് അവിടെ പോവാൻ ഞാൻ മനസ്സിനൊരു ഇടങ്ങറ. ഓരോ കാരണം കൊണ്ട് അങ്ങനെ അത് വൈകി പോയി. ആ പൂവാണതേ. കാണിച്ചു തരാട്ടെ. എന്താണ് എന്താണ് ഇങ്ങനെയൊക്കെ ഒന്നുകൂടി കറിക്കുക കാണില്ല. ക്യാമറയിൽ കിട്ടൂല. കറങ്ങി 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 വീഴും. മതി മതി. മനസ്സിലായി. അപ്പം നമുക്ക് പായസം കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ബർത്ത്ഡേയുടെ മധുരം നമുക്ക് വീട്ടിൽ നിന്ന് അമ്മേനെ കൂട്ടിയിട്ട് അപ്പോൾ ബർത്ത്ഡേ പായസമായി. അമ്മയുടെ ചായ തുടങ്ങിയിട്ടുണ്ട്. ഞാനുണ്ട് അമ്മ കണ്ണ് കണ്ണെന്തറിയോ? കണ്ണ് കാണില്ല. വായിക്കാനും കണ്ണട വെക്കണ്ടായിരുന്നാണ്. അപ്പൊ കണ്ണട വെക്കാൻ തീരെ കാണൂല. പിന്നെ വായിക്കല് നമുക്ക് വായിക്കാതെ പായസം പിറന്നാളിനിപ്പോ ഞാൻ തരണ്ടേ പായസം വരുന്നു. കുറിട്ടെടുത്ത അമ്മക്ക്? ആ കുറിട്ടുണ്ടല്ലേ. കുറി ഞാന് മാറ്റാൻ പോയപ്പോ അമ്മ ഇട്ടു. പിന്നെ അണക്കല്ലേ ബർത്ത്ഡേ. കേക്കൊന്നും ഇല്ല കേട്ടോ. ഞാൻ ഒറ്റയ്ക്ക് പറഞ്ഞു തിന്നതാ. എന്താ കാടണേ? ഒറ്റയ്ക്ക് തിന്ന. ഇപ്പൊ കേക്കിന് പകരം നമുക്ക് ഇതാട്ടമ്മ. ഞാൻ അമ്മയ്ക്കല്ല. നമ്മള് മോഡേൺ കേക്ക് അതാ കൂടെ അമ്മക്ക് കണ്ടില്ലേ? അടിപൊളി അടിപൊളി. അപ്പൊ നമ്മളെ കേക്ക് കൂടിയും കഴിഞ്ഞൊക്കെ കഴിഞ്ഞിട്ടോ. കേക്ക് കേക്ക് ഓള് കേക്ക് വേണ്ടാന്ന് നിർബന്ധിക്കുന്ന സംഭവം എന്താ? കേക്ക് വേണ്ടാന്ന് നിർബന്ധിക്കുന്നത് ഒന്നുമില്ല. കേക്കും വേണ്ട, സർപ്രൈസ് വേണ്ട. എന്താ കാരണം? ഒന്നുമില്ല. ഇപ്പൊ എന്തറിയോ, പിറന്നാള് ഇതുവരെ കഴിച്ചിട്ടില്ല. ഇപ്പോഴാണ് അറിഞ്ഞത്. ഇവിടെ വന്നിട്ട് കാലങ്ങള് 18 കൊല്ലായി. 14 വയസ്സ് കുട്ടിക്ക് തന്നെയായി. 15 വയസ്സ് അപ്പൂസിന്റെ 14 വയസ്സ് കഴിഞ്ഞു. അപ്പൊ അതിന്റെയും 3 കൊല്ലം മുമ്പല്ലേ. അപ്പൊ 18 കൊല്ലൊക്കെ ആയിണ്ടാവും കല്യാണം. അപ്പൊ ഇതുവരെ ഒരു ബർത്ത്ഡേ പറഞ്ഞിട്ടില്ല. ബർത്ത്ഡേ പറഞ്ഞിട്ടില്ല പറഞ്ഞാല് ഞങ്ങള് ചോദിക്കലുണ്ട്. എപ്പോൾക്ക് ഡേറ്റ് നിച്ചല്ല. അപ്പൊ എന്നാന്ന് അറിഞ്ഞില്ല. ഇപ്പൊ പിന്നെ അത് അറിഞ്ഞപ്പോ നോക്കി അറിയിച്ച് ചെയ്തപ്പോ ഒന്ന് ചെയ്തു മാത്രം. അതാണ് എല്ലാരും പറഞ്ഞാലും കഴിക്കുന്നുണ്ട്, കേക്ക് മുറിക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഇത് ഡേറ്റോ ഒന്നും അറിയില്ല. അപ്പൊ പിന്നെ അമ്മയ്ക്ക് ശ്രദ്ധിച്ചിട്ടും ഇല്ല. ഇപ്പൊ പിന്നെ അത് അറിഞ്ഞപ്പോ അപ്പോളൊന്നും വേണ്ട പറഞ്ഞപ്പോ ഭയങ്കര ചെറിയ പായസം ഉണ്ടാക്കാം അല്ലെ. പിന്നെ ഞാൻ അടുത്ത ആഴ്ച പോവാനായി. ഹോസ്പിറ്റലിൽ പോവാനായി. പിന്നെ പിന്നത്തെ മാസം മെയ് മാസത്തില് അപ്പൂസിന്റെ പിറന്നാളായി. അപ്പൊ എല്ലാം കൂടി അമ്പലത്തിൽ പോണേന്ന് കഴിഞ്ഞല്ലോ. അമ്പലത്തിൽ പോയി. അല്ല അതിലും വലിയ ഒരു കാര്യമില്ല. കേക്കൊക്കെ ഒരു ആഘോഷത്തിനാണ്. കേക്കിന് വരാറുന്നത് അമ്പലത്തിൽ പോയിട്ട് പായസം ഇത്രയും വലിയൊരു വേറൊന്നുമില്ല. ദേവിന്റെ അടുത്ത് പോയിട്ട് അമ്മേന്റെ അടുത്ത് പോയിട്ട് ഒരു പ്രസാദം തൊഴുത്ത് പ്രസാദം വാങ്ങി ആ പ്രസാദം കഴിക്കുന്ന അത്ര ഭംഗിയില്ല കേക്കിന്. അതപ്പോ ഞാൻ മനസ്സിലാക്കി. ആയിക്കോട്ടെ, നമുക്ക് ചെറിയ എന്തെങ്കിലും ഉണ്ടാക്കാൻ. പായസം എന്ത് പായസം ഉണ്ടാക്കണം? ഈ ജണക്ക് കിട്ടുന്നത് എന്താ വേണ്ടേ? അങ്ങനെയൊന്നുമില്ല. ഏത് പായസം ഞാൻ കൊണ്ടുവരട്ടെ. കൊറേ നേരമായില്ലേ? കൊറേ നേരം നമുക്ക് അത് ഒന്നാമത് എന്താണെന്നറിയോ, ഇവിടെ ബാലവാടിയിൽ ചെറിയൊരു വാർപ്പ് ഉണ്ടായിരുന്നു. അപ്പം കുറേ പണിക്കാരും ഒച്ചയും എല്ലാം കൂടി ആയി.
പിന്നെ കൊറേ ആൾക്കാർ നമ്മളെ ഇവിടുത്തന്നെയാണ് എല്ലാരും വന്നവിടെ നിൽക്കുക. പിന്നെ ഫ്രണ്ട്സുകളെല്ലാം വന്ന് അപ്പൊ കൊറേ നേരം അങ്ങനെ പോയി. ഇപ്പൊ സമയം ഉണ്ടാക്കാൻ പറ്റില്ല, പായസം ഉണ്ടാക്കാൻ പറ്റില്ല. ഉണ്ടാക്കുന്നുണ്ട്, നമ്മളിപ്പോ ഉണ്ടാക്കുന്നുണ്ട്. അല്ലാത്തൊക്കെ എന്തൊക്കെ റെഡി ആയത് അപ്പൂസ് എന്നല്ല അപ്പൂസ് ഇപ്പൊ എത്തിയിട്ടുള്ളൂ. അപ്പൂസിന് കുറച്ച് നേരം അങ്ങോട്ട് വൈകി. ചിലപ്പോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നേരം വൈകിയാണ്. ഇന്നലെ ഉണ്ടാക്കിയ ചക്കപ്പായസം. അപ്പൊ ഇന്ന് നാളികേരം നമുക്ക് കിട്ടി. അപ്പൊ അതിക്ക് നാളികേരം കൊത്ത് അമ്മ അങ്ങനെ വറുത്താക്കിയിട്ടുണ്ട്. മുരിങ്ങല്ലാത്ത പരിപാടി ഇല്ലല്ലേ? ഇല്ല, എന്നും മുരിങ്ങുണ്ട് കേട്ടോ. അച്ചാറ്, തൈര്, പിന്നെന്താ ഇതെന്താ ചേച്ചി? മുളക് വറുത്തത്. എന്താ? സോയാബീന്, പപ്പടം, സാമ്പാറുണ്ട്. എല്ലാം ഇത് തിന്ന് കഴിഞ്ഞിട്ടാണ് നമ്മള് പായസം ഉണ്ടാക്കുന്നത്. പായസം കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ടുകളൊക്കെ വരും. അപ്പൊ എല്ലാം ഒന്ന് വിളമ്പിരിക്കണം കേട്ടോ. എന്താ പേര്? എന്താ നിച്ചല്ല? ഓലനല്ല. അപ്പൊ നമുക്ക് ഇനി എന്താ പറയാ, ഒരു സംഭവം കാണിക്കാണ്ട്, ഒരു സർപ്രൈസ് കാണിക്കാണ്ട്. അപ്പൊ എന്നാ പായസം ഉണ്ടാക്കിട്ട് കാണിക്കാതിട്ടാണ് അല്ലേ? എന്താ സർപ്രൈസ് അല്ലേ? അപ്പൊ ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ അമ്മയ്ക്ക് കൊടുക്കാം. നമുക്ക് കൊടുക്ക എന്താന്ന് അറിയില്ല, ഞാൻ ഒറ്റയ്ക്ക് പോയി മേടിച്ചാണ്. സർപ്രൈസ് പറഞ്ഞിട്ട് ഒന്നുമില്ല പറഞ്ഞേന്നു. പക്ഷെ നമുക്ക് ഒരു ചേച്ചി ഞാൻ പറയാപ്പോ ഒരു ചേച്ചിന്റെ സർപ്രൈസ് ആണ് നമുക്ക് കാണിക്കാതെ. പക്ഷെ ഭക്ഷണം കഴിച്ചിട്ട് ഫസ്റ്റ് ഭക്ഷണം കഴിക്കട്ടെ. അപ്പൂസ് ഇപ്പൊ വന്നിട്ടുള്ളൂ. അപ്പൂസ് വരട്ടെ പറഞ്ഞിട്ട് ഇന്നെ ഇങ്ങനെ മുൾമുനയില് നിർത്തി നിൽക്കാണ്. ഞാൻ കൊറേ വട്ട ഇതിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കണൊന്നും. ഞാൻ പാത്ത സ്ഥലം അമ്മയ്ക്കും അറിയില്ല, അണക്കും അറിയില്ല. അപ്പൂസിന് ഇപ്പൊ ഇല്ല. അപ്പൂസ് ഇപ്പൊ വന്നിട്ടല്ലോ. ഇക്കും എന്റെ ഫ്രണ്ടിന് മാത്രം അറിയുള്ളൂ, മജുവിന്. എന്താണ് അതാണ് ഞാൻ മജുന്റെ പിറന്നാളാണ് പറഞ്ഞു ഞാൻ. അപ്പൊ മൂപ്പര് മൈൻഡ് തന്നെ വെച്ചില്ല, എന്തോ ഒന്നും പറഞ്ഞില്ല, വിഷയം പോലും ഇല്ല. അപ്പൊ ആളൊക്കെ മുൻകൂട്ടി എന്തോ കണ്ട പോലെ എന്താണെന്ന് അറിയില്ല. അപ്പൊ അങ്ങനെ ക്ഷമിച്ച് നിൽക്കുന്നു. ഭക്ഷണം കഴിക്കണം. എന്താ വേണ്ടേ? ഫസ്റ്റ് ഷിജി കഴിക്കണ്ടേ? അപ്പൂസ് കഴിച്ചു. അവന് വിശന്നിട്ട് ഇനി കഴിച്ചോ. എല്ലാരും അമ്മ ഇരുന്നോളെ. അമ്മ കഴിച്ചോളെ, ഇരിക്കമ്മ. പെണ്ണുങ്ങള് ലാസ്റ്റ് ഇരിക്കുള്ളേ വീട്ടില്. ആ പിറന്നാളാന്ന് വെച്ചല്ലേ എനിക്ക് പണ്ടത്തെ ഒരു ആചാരമാണ് ഇതിലെ പെണ്ണുങ്ങൾ അവസാനം പിറന്നാൾ കഴിക്കാതുകൊണ്ടല്ലേ മറന്ന. എന്താ ഇനി അടുത്ത മാസം അപ്പൂസിന്റെ. അടുത്ത മാസം അപ്പൂസിന്റെ, പിന്നത്തെ മാസം നിങ്ങളത് എന്റെ ഉണ്ടോ? എന്റെ ഞാൻ ആരെ അറിയിക്കല. അതൊക്കെ അറിയിക്കും ഞങ്ങള്. രസം തിന്നൂല. പിന്നെ എല്ലാം കൂടി കൂട്ടി കുഴച്ചിട്ട് അച്ചാറമ്മ അച്ചാറല്ലേ കഴിച്ചോ? ഇലയിലൊക്കെ ചന്ദനപുരൊക്കെ പോയല്ലോ ചേച്ചി? എല്ലാം പോയി, കൊറേ ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇന്നൊന്നുമില്ലാത്തൊരു തിരക്കുന്നില്ല, ഭയങ്കര ബിസി. അപ്പൊ എന്നാ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. പപ്പടം വേണ്ടത് ആയിക്കോട്ടെ. അപ്പം അങ്ങനെ ഞാൻ അപ്പൂസിൻ്റെ അമ്മയ്ക്ക് സർപ്രൈസ് കൊടുക്കാൻ പോകും. ക്യാമറ ഉള്ളിൽ കൊണ്ടുവച്ചേക്കാം. ഇന്ന് ഓൾക്ക് എന്താണ് കറക്റ്റായിട്ട് എന്താണെന്ന് അറിയില്ല. അവർ കണ്ടു നോക്കിയിട്ട് കാര്യമില്ല. കൊടുത്ത എന്താ നോക്ക്, എന്താ നോക്ക്. ഇത് സിജിന്റെ ചുരിദാറാട്ടത്. അപ്പൊ എന്താ ഇപ്പൊ ഇതിന് ഏകദേശം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടോ? എടുത്തു നോക്ക്.
എന്താണ് ഒറ്റയ്ക്ക് വേഗം ഇപ്പൊ ഒന്നും മനസ്സിലായില്ല. ഇപ്പൊ മനസ്സിലായിട്ട് ഏകദേശം. ടെക്സ്റ്റൈൽസ് പിന്നെ കവറ് ജ്വല്ലറിയാണ്. അപ്പൊ രണ്ടും കൂടി കൂട്ടി വായിച്ചപ്പോ ഒന്നും മനസ്സിലായില്ല. പൊട്ടിച്ചൊക്കെ മനസ്സിലാക്കാം. സപ്പോസ് അങ്ങോട്ട് നിക്ക്, സർപ്രൈസ് കാണാം. മനസ്സിലായിട്ടുണ്ട്. എന്താണ് അപ്പൊ അങ്ങനെ എത്ര വയസ്സായി? വയസ്സ് പറയാൻ പാടില്ല അല്ലേ? ഇത്രയും വർഷമായിട്ട് പിറന്നാളിന് ഗിഫ്റ്റ് ആദ്യമായിട്ട് സ്റ്റിക്കർ ഉണ്ട്. പായസം ഉണ്ടാക്കൽ നിന്നമ്മ. ഇനി പായസം ഉണ്ടാക്കി കാണിക്കാൻ നേരല്ലേ? എന്നാലും നമ്മൾ ഉണ്ടാക്കണ്ട്. കിട്ടൂല. ഇനി ഉണ്ടോ ഒട്ടിച്ചത്? നിർത്ത്. അടിപൊളിയല്ലേ? നമുക്ക് ഇഷ്ടപ്പെട്ട കളറല്ലേ മഞ്ഞ? മഞ്ഞ വേണമെന്ന് കൊറേ കാലമായി പറയണേ. അപ്പോ നമ്മള് വീഡിയോയിൽ പറഞ്ഞ പല കമന്റുകളും വരും. ഇത് ഞാൻ മേടിച്ചു കൊടുത്തല്ല, കണ്ണൂരിൽ നിന്നൊരു ചേച്ചി ഷിജിന്റെ ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് ഓർഡർ ചെയ്താണ്. അപ്പൊ അതെങ്ങനെ ചോദിച്ചാല് നമ്മളെ ഇന്നിട്ട സ്റ്റാറ്റസ് കണ്ടിട്ട് നമുക്ക് മേടിച്ചു തന്നാണ്. അപ്പോൾ കമന്റ് പറയുന്നൊക്കെ അറിയാം, എന്തായാലും ഒന്ന് രണ്ടാൾക്കാർ പറയാക്കൂല. പക്ഷെ നമ്മൾ ഉള്ള വിശ്വാസത്തിൽ നമ്മൾ ചെയ്യണത് നമ്മൾ എന്തായാലും കാണിച്ചു തരും. പക്ഷെ നമ്മൾ കമന്റ് ഉണ്ട് എന്ന് കരുതിയിട്ട് നമ്മളൊരു കാര്യം മറച്ചേക്കൂല. ആരെയും ഒന്ന് രണ്ടാൾക്കാരെ പേടിച്ചിട്ട് നമ്മൾ മറച്ചേക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് ഇത് കാണണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗിഫ്റ്റ് ഇട്ട് തന്നത്. ഇഷ്ടപ്പെട്ടില്ലേ? എത്ര വർഷമായി? അതിന്റെ മുമ്പ് എത്ര വർഷമായി? ഇത്രയും വർഷമായിട്ട് നമുക്ക് ആദ്യമായിട്ട് കിട്ടുമ്പോ അതിനിപ്പത് ദിവസം അറിയുന്നില്ല, നിശ്ചയമില്ല. അതുകൊണ്ടാണ്. അല്ലെങ്കിലൊക്കെ ഇപ്പൊ എന്തെങ്കിലുമൊക്കെ വാങ്ങി അടുത്ത വർഷമൊക്കെ അടിപൊളി സെറ്റപ്പ് ആക്കട്ടോ. അപ്പൊ എന്നാലിഞ്ഞ് നമുക്ക് ചെറിയ പായസം ഉണ്ടാക്കാം അല്ലേ? ഒന്നും പറയല്ല. പറയാനില്ല. ഇത്രയും കാലായിട്ട് പിന്നെ പിറന്നാൾക്കൊന്നും വാങ്ങിയിട്ടില്ലല്ലോ, അല്ലാതെ വാങ്ങുന്നല്ലാതെ. അപ്പൊ കിട്ടിയില്ലേ? അപ്പൊ കിട്ടിയതുകൊണ്ട് സന്തോഷം. അല്ല, അറിയാഞ്ഞിട്ടാണ്. അതുകൊണ്ടാ. അല്ലെങ്കിൽ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒന്നും വാങ്ങാതെക്കൂല. എന്നാലും പറഞ്ഞപ്പോ നമ്മള് വാങ്ങിയില്ല. പിന്നെ നമ്മളെ സ്നേഹിക്കുന്ന അത്രയും സ്നേഹിക്കുന്ന ആള് വാങ്ങി. അപ്പൊ അതില് മെസ്സേജ് ഇട്ട് സ്റ്റാറ്റസ് ഇട്ട് നമ്മളെ ഒറ്റ ഫോണില് നമ്മൾ ഇട്ടിട്ടുള്ളൂ, ഷിജിന്റെ ഫോണില് മാത്രം. പിന്നെ ഞാൻ യൂട്യൂബിൽ പിന്നിട്ടു. അപ്പൊ അത് കണ്ടപ്പോ തന്നെ സ്റ്റാറ്റസ് ഇട്ടിട്ടില്ല, യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ഇട്ടിട്ടില്ല. അപ്പൊ തന്നെ എന്നാ ചുരിദാറിന്റെ വക പിടിക്കാനുണ്ട്. എന്നായിക്കോട്ടെ, എന്നാലേ നമുക്ക് ഇത് ഉണ്ടാക്കുക, പായസം ഉണ്ടാക്കുക. നീക്ക് പായസം റെഡിയാക്കാൻ പോവാണ് കേട്ടോ. സേമിയ പായസം. ഇന്നലെ ചക്കപ്പായസം, ഇന്ന് സേമിയ പായസം. ഇന്നലത്തെ ചക്കപ്പായസം കുറെ ബാക്കിയുണ്ട്. ഇന്ന് ഇതിന് കുടിക്കാൻ സമയം കിട്ടിയില്ല കേട്ടോ, അല്ലെങ്കിലൊക്കെ കുടിച്ചേന്നു. അപ്പോൾ അവിടെ എടുത്ത് അവിടെ വെച്ച്. പിന്നെ കണ്ണനും എടുത്തു. കണ്ണന് ഇഷ്ടപ്പെട്ടില്ല. അല്ല കണ്ണ, സേമിയ പായസം കുടിക്കാം കേട്ടോ. ഓനെ അറിയാതെ വന്നതാണ് മേമേൻ്റെ പിറന്നാളിന്. കേക്ക് മുറിക്കണില്ലെന്നാ ചോദിച്ചേ. ചുരിദാർ കണ്ട് അന്തം വിട്ട് തിന്നതാ. കിളി മാറി നിൽക്കാണ്.
ആദ്യമായിട്ടല്ലേ അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. സാരമില്ല. വെഡിങ് ആനിവേഴ്സറിക്ക് തന്നെ അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ അന്തം വിട്ട് പോയിട്ടുണ്ട്. അപ്പം ഓരോന്നോരോന്നിങ്ങനെ ജീവിതത്തിൽ സംഭവിക്കുകയാണ് അറിയാതെ. ആദ്യമൊക്കെ പായസം ഉണ്ടാക്കുന്നത് ഞാൻ കാണല് പോലും ഇല്ല, കുടിക്കാനാണ് നമ്മളെ കാണല്. ഇപ്പൊ പായസം ഉണ്ടാക്കാൻ അമ്മ അടുത്തേക്ക് വരികയല്ല, ഒക്കെ ഞാൻ. നമ്മളെ വിഷുവിൻ്റെ കുറച്ച് പായസത്തിൻ്റെ സേമിയാണ് കേട്ടോ അത്. അമ്മ 2 പാക്ക് സേമിയ ഉണ്ടായിരുന്നു. അപ്പോൾ അതാണ് എൻ്റെ പിറന്നാളിനാണ്, വിഷുവും പിറന്നാളും ഒപ്പമാണ്. ഞാൻ ഉച്ചയ്ക്ക് തന്നെ സേമിയ വറുത്ത് വെച്ചിരുന്നു കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കണമെന്നാണ് വിചാരിച്ചത്. ചോറിൻ്റെ ഒപ്പം തന്നെ പായസം കുടിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ആക്കിയതായിരുന്നു. പക്ഷെ വേറെ ഓരോ കാരണം കൊണ്ട് അത് അപ്പം ആക്കിയില്ല കേട്ടോ. പിന്നെ വെറും ചോറ് അപ്പം അങ്ങനെ തിന്നിട്ട് പോയി. ഇപ്പോൾ 4 മണി 5 മണിക്കാവും ഇന്നത്തെ പായസം കൂടി. 5 മണി കഴിഞ്ഞപ്പോൾ 5 മണിയായി. ഇതായി ചൂടാറിയൊക്കെ കുടിക്കുമ്പോഴേക്കും ഇന്നലെ ചക്കപ്പായസം കുടിച്ച് 6 മണി 7 മണിയാവും. സാവധാനം ഇരുന്ന് ഇങ്ങനെ കുടിക്കാം. പിന്നെ പായസത്തേക്ക് ഇതേപോലെ തന്നെ കുറച്ച് മിൽക്ക് മെയ്ഡും ഉണ്ട്. അതും ഒഴിച്ചിട്ട് അടിപൊളിയാക്കി നമുക്ക് കുടിക്കട്ടോ സേമിയ. അപ്പോൾ പായസം വേവി തുടങ്ങി. ഈ പഞ്ചസാര ചേർത്ത് കൊടുക്കണം. പഞ്ചസാര ചില ആൾക്കാർ പിന്നെ പഞ്ചസാര ലായനി ആക്കിയിട്ട് വരും. അപ്പോൾ പായസത്തിനൊരു കളർ, പിന്നെ വെള്ള കളർ മാറി പിന്നെ ചുവപ്പ് കളറാണ്. അത് കിട്ടാൻ വേണ്ടിയിട്ട് പഞ്ചസാര വെച്ച് ശർക്കര പോലെ വെച്ചിട്ട് ഇപ്പം അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. ഇത് ചെയ്തേ നമ്മള് വിഷുവിനുണ്ടാക്കിയപ്പോ അങ്ങനെയാണ് ചെയ്തത്. ലായനി ആക്കിയിട്ട് ഒഴിച്ചതായിരുന്നു. ഇന്നിപ്പോ ഇങ്ങനെയാണ്. ഇത് നമ്മളെ വീടിന്റെ പായസം കുടിച്ചു കഴിഞ്ഞാൽ നമ്മളെ വീടിന്റെ റോഡിന്റെ അപ്പുറത്തെ സൈഡിൽ കല്യാണം ഉണ്ട് കേട്ടോ. നാളെ കല്യാണമാണ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോകും. ഒരു കാക്കാൻ്റെ മോൻ്റെ കല്യാണമാണ്. അപ്പോൾ കുറേ ആയിട്ട് ഒരു കല്യാണമാണ്. ഇപ്പം അടുത്തൊരു കല്യാണം ഉണ്ടായില്ല. അപ്പം നമ്മൾ അയൽവക്കത്ത് കല്യാണം 2 കല്യാണം ഉണ്ട്. നാളെ ഒന്ന്, പിന്നത്തെ ഞായറാഴ്ചയാണോ അടുത്തത്? നമ്മളെ വേണ്ടിപ്പെട്ട മോളെ കല്യാണമാണ്. സന്തോഷേട്ട നടക്കാൻ പോണ ചങ്കാണ്. അപ്പോൾ 2 കല്യാണം അടുപ്പിച്ച്. അപ്പോൾ രാത്രി നമുക്ക് അവിടേക്കൊന്ന് പോകണം. രാത്രി അങ്ങനെ രാത്രി അങ്ങനെ കല്യാണത്തിനൊക്കെ പോകണ ആ ഒരു സമയമുണ്ടല്ലോ, അതൊന്നും ഇപ്പം ഇല്ല തന്നെ. എവിടേക്കും പോവാൻ എല്ലാവരും രസമല്ലേ അതൊക്കെ അല്ലേ? കല്യാണ തലേന്നൊക്കെ ഇങ്ങനെ കൂട്ടായിട്ട് പോണതും അവിടെ ഇങ്ങനെ വർത്താനം പറഞ്ഞിരിക്കണതും. പോണേ അതന്നെ ഞാൻ പറഞ്ഞു. അപ്പൊ ആതിര വരട്ടെ. ഇപ്പൊ അമ്മയ്ക്കൊന്നും പോരാൻ പറ്റില്ലല്ലോ. അപ്പൊ ആതിരനെ വിളിക്കണം. ഓള് വന്നിട്ട് കടയിൽ നിന്ന് വന്നിട്ട് ഓളെയും കൂട്ടിയിട്ട് പോണം വിചാരിക്കും. പായസം പഞ്ചസാരയൊക്കെ ആക്കിയിട്ടുണ്ട്. ഇനി കുറച്ച് മിൽക്ക് മെയ്ഡ് ഉണ്ട്, അത് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഇപ്പം തന്നെ ചൂടോടെ കുടിക്കണം കേട്ടോ. ഇതെടുത്തേക്കൂല. രാവിലെ ഉണ്ട് പായസം ഉണ്ടാക്കാൻ ഒരുങ്ങണ്. പിന്നെ രാവിലെ നമുക്ക് അമ്പലത്തിൽ നിന്ന് പായസം കിട്ടിയില്ലേ, അതുകൊണ്ട് പിന്നെ പായസത്തിൻ്റെ ആ ഒരു ആഗ്രഹം രാവിലെ തന്നെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൂസ് കണ്ടിട്ടില്ല തോന്നിട്ടില്ല. അപ്പോൾ മിൽക്ക് മെയ്ഡ് എടുക്കട്ടെ. മറ്റത് ഫ്രിഡ്ജിൽ വെച്ചാ അപ്പൂസ് വന്നിട്ട് എടുത്തിട്ട് തിന്നത് വെറുതെ. ഏലക്കായും പഞ്ചസാരയും കൂടി പൊടിച്ചതാണ്. നമ്മളെ പായസം റെഡി. ഞണ്ടി മുന്തിരി കൂടി. കണ്ണവാ
മറ്റേ ജ്യൂസിന്റെ കൊടുത്തോളി എടുത്തോളി കുറച്ച് വെള്ളം മതി അതിന്റെ അമ്മ എടുത്തോളേ അമ്മ അമ്മക്ക് എടുത്തോ കണ്ണവാ അമ്മ സ്പൂണൊക്കെ കൊണ്ട് സെറ്റ് ഇത് വെള്ളോ കണ്ണ സ്പൂണില്ലേ ഒരു ഗ്ലാസ് കൂടി വേണ്ടേ വേണമെന്നല്ലേ അങ്ങനെ കുടിച്ചോളി ഗ്ലാസ് തരാം ഇവിടെല്ലേ അടിപൊളിയാ ഒരു ഗ്ലാസ് ഗ്ലാസുണ്ട് അടിപൊളിയാട്ടോ അപ്പൊ പിറന്നാൾ പായസം ഇന്നത്തെ കൊച്ചു വിശേഷം അവസാനിപ്പിക്കാം നാളെ വിശേഷിട്ട് ബൈ.